12.5 അടി നീളമുള്ള നെറ്റിപ്പട്ടം നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കണ്ണപുരം സ്വദേശി അജിത പുഞ്ചാലാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. കാണാം അവരുടെ വിശേഷങ്ങൾ. അപ്പോൾ അജിതേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ നെറ്റിപ്പട്ട നിർമ്മാണ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ 2019 ഇത് ചെയ്യാൻ തുടങ്ങിയത്. പയ്യന്നൂരിലൊരു കുട്ടിയാണ് പഠിപ്പിച്ചത്. കൂടെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആക്കിയിട്ടുണ്ട്. ഏതെല്ലാം നാട്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 500-ലധികം നെറ്റിപ്പട്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 12.5 അടി നീളമുള്ള ഈ നെറ്റിപ്പട്ടം എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഐഡിയ വന്നത്? അതുണ്ടാക്കാനുള്ള ഐഡിയ വന്നത് എൻ്റെ അനിയത്തിൻ്റെ മോൻ ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ്. നമുക്ക് ഇങ്ങനെ ഒരു വലിയ നെറ്റിപ്പട്ടാക്കിയിട്ട് ഗിന്നസ് റെക്കോർഡ് ആക്കിക്കൂടെയും ചോദിച്ചു. ഗിന്നസിൽ ഇതിൻ്റെ ഇത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യ ബുക്കിൽ ട്രൈ ചെയ്തു. അപ്പോൾ എത്ര ദിവസം എടുത്തു ഇത് പൂർത്തിയാവാൻ? 12 ദിവസം. 12 ദിവസം കൊണ്ട് 12.5 അടിൻ്റെ നെറ്റിപ്പട്ടാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ? അതിൻ്റെ തൃശ്ശൂരിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അത് നമ്മളിപ്പോൾ 7 അടി 8 അടി 10 അങ്ങനെയുള്ള ഇതിൻ്റെ സാധനം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സ് നമ്മളിപ്പോൾ കണ്ടു. ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൽ തന്നെ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത്രത്തോളമാണ്. അതെങ്ങനെയാണ്? മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ്. ഞാൻ മുന്നേ എനിക്ക് വരച്ച പാരമ്പര്യമൊന്നുമില്ല. വീട്ടിലും ആരും വരക്കുന്നവരൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് വരക്കുന്ന കണ്ടിട്ട് ഞാനൊരു പരീക്ഷണം പോലെ പോയതാണ് വിശ്വകലയിൽ പയ്യന്നൂർ. അപ്പോൾ അങ്ങനെ അവൾ പഠിപ്പിച്ചത് രഞ്ജിത്ത് മാഷാണ്. രഞ്ജിത്ത് അരിയിൽ മാഷ് ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടല്ലായിരുന്നു. അപ്പോൾ ഇപ്പം കുറേ ചിത്രം വരച്ചു, കുറേ സെയിലായിട്ടും ഉണ്ട്. ഇപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം വരക്കും. അപ്പോൾ വെറും വീട്ടമ്മ ആയിരുന്നോ അല്ല അതിനു മുന്നേ ഏതെങ്കിലും വർക്ക് ചെയ്തിരുന്നോ? ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. പപ്പിശ്ശേരി ലാബ് എൻ്റെ സ്വന്തം ലാബാണ്. അതിൽ ജോലി ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വരെ ഒരു പാഷൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സംരംഭക എന്ന് പറയാം. മ്യൂറൽ പെയിൻറ്റിങ്ങും അതുപോലെ നെറ്റിപ്പട്ട നിർമ്മാണ മേഖലയിലും ഒരു വനിതാ സാന്നിധ്യം എന്ന് തന്നെ പറയാൻ പറ്റും. അതെ അതെ. അപ്പോൾ ചേച്ചി എങ്ങനെയാണിത് മുന്നേ ഇതിൽ ഒരുപാട് ചിത്രം വരക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മുന്നേ ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്? ഒരുപാട് കഴിവുകളുണ്ട്. പണ്ട് കാലം തൊട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചാൽ ഇവർ എപ്പോഴും പൂക്കള മത്സരത്തിന് ഇവർ പങ്കെടുക്കും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് എപ്പോഴും ട്രോഫി ഇവിടെ തന്നെ ഉണ്ടാവാറ്. എല്ലാ വർഷവും ഇവിടുന്ന് കൊണ്ടുപോകും, തിരിച്ച് ഇവിടേക്ക് തന്നെ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ അന്ന് മുതലേ വരക്കുന്നതാണ്. നോർമലി എല്ലാ ചിത്രങ്ങളും വരക്കും. പിന്നെ ഇപ്പം ഈ അടുത്താണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പിന്നെ പഠിക്കുകയും അത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തത്. അതുപോലെ തന്നെ നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നതിലും പിന്നെ ഈ അടുത്താണ് 2019 തൊട്ടിട്ട് നെറ്റിപ്പട്ട നിർമ്മാണവും ചെയ്തു വരുന്നുണ്ട്. കുറേ ഏറെ നെറ്റിപ്പട്ടം നിർമ്മിച്ചു. അത് കുറേ സ്ഥലങ്ങളിലേക്ക് എത്തി. നമ്മളെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ കുറേ സ്ഥലങ്ങളിലെത്തി. പിന്നെ ലണ്ടനിൽ, ദുബായിൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ നെറ്റിപ്പട്ടം കൊണ്ടുപോയി മ്യൂറൽ പെയിൻറ്റിങ്ങും വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചീൻ്റെത്. അപ്പോൾ അജിത ചേച്ചിക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരത്തിൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ.